ഹായ്, ഇന്നത്തെ നമ്മുടെ യാത്ര നമ്മുടെ അങ്കമാലിയുടെ അടുത്തുള്ള മോണ്ടി ഹോമിലേക്കാണ്. അമലോത്ഭവ മാതാവിൻ്റെ മക്കൾ എന്ന് പറയുന്ന സന്യാസഭയിലെ കുറച്ച് അച്ഛന്മാർ കൂടി ചേർന്ന് നടത്തുന്ന ഒരു സ്ഥാപനമാണ്. ഞാനിപ്പോൾ ഉള്ളത് നെടുമ്പാശ്ശേരി ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ അടുത്താണ്. ഇവിടെ നിന്നൊരു 4 കിലോമീറ്റർ ഉള്ളൂ നമ്മുടെ മോണ്ടി ഹോമിലേക്ക്. മോണ്ടി ഹോം. ഞാൻ സാമുവൽ. ഇന്നത്തെ വീഡിയോ അവിടെ നിന്നാണ്. ഒരു ഫുൾ ഡേ മോണ്ടി ഹോമിലാണ്. എന്താണ് മോണ്ടി ഹോം, എന്തൊക്കെ സ്പെഷ്യാലിറ്റിയാണ് മോണ്ടി ഹോമിലുള്ളത്, എന്തൊക്കെ സൗകര്യങ്ങളാണ് മോണ്ടി ഹോമിലുള്ളതെന്നാണ് നമ്മൾ അറിയാൻ പോകുന്നത്. നേരെ വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ നമ്മൾ മോണ്ടി ഹോമിലെത്തി. ഞാൻ പറഞ്ഞിരുന്നു എന്താണ് മോണ്ടി ഹോം, മോണ്ടി ഹോമിലെ വിശേഷങ്ങൾ എന്താണ് ഈ കാലഘട്ടത്തിൽ ഈ ഹോമിൻ്റെ പ്രസക്തി എന്നുള്ളത് കാണിച്ചു തരാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇതെല്ലാം നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടി നമ്മുടെ അച്ഛൻ നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അച്ഛൻ എന്നെ നോക്കി ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അച്ഛാ, വെൽക്കം. ഇതാണ് നമ്മുടെ ജോർജ് അച്ഛൻ, നമ്മുടെ മോണ്ടി ഹോമിൻ്റെ ഡയറക്ടറാണ്. അച്ഛനാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ലീഡ് ചെയ്ത് നോക്കുന്നത്. അമലോത്ഭവ മാതാവിൻ്റെ മക്കൾ എന്ന് പറയുന്ന സന്യാസ സഭയുടെ കീഴിൽ വരുന്നൊരു സ്ഥാപനമാണിത്. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാമല്ലേ അച്ഛാ? ഓക്കെ അച്ഛാ, ഇതാണ് നമ്മുടെ ഫ്രണ്ട് റിസപ്ഷൻ. അതെ, നമ്മുടെ സഭാസ്ഥാപകന്റെ ചിത്രമാണ്. വാഴ്ത്തപ്പെട്ട ലൂയിജി മരിയ മോണ്ടി. അദ്ദേഹത്തിന്റെ വീട്ടുപേരാണ് മോണ്ടി. അതാണ് നമ്മൾ മോണ്ടി ഹോം എന്നുള്ള ഒരു പേരിലേക്ക്. അദ്ദേഹം ഞങ്ങളുടെ സഭാസ്ഥാപകനാണ്. അദ്ദേഹം ഒരു നേഴ്സായിരുന്നു. അപ്പോൾ വിദ്യാഭ്യാസം, ആതുര സേവനം, അതുപോലെ തന്നെ യുവജനങ്ങളുടെ വിദ്യാഭ്യാസം, പ്രായമായവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു ചിന്തയുമായി തുടങ്ങിയ സഭയാണ്. അപ്പോൾ ആധുനിക നമ്മുടെ നാട്ടിലെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് റിട്ടയർ ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഭവനമായിട്ടാണ് സഭ ഇതിനെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഭവനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചേച്ചിയുടെ പേര് ജെറ്റിയിലെ. ഓക്കെ. അത് ഇവിടുത്തെ ഫ്രണ്ട് റിസപ്ഷൻ്റെ എല്ലാ കാര്യങ്ങളും A to Z കാര്യങ്ങളും ചേച്ചി ത്രൂ ആണ് പോകുന്നത്. അച്ഛൻ്റെ നിർദ്ദേശങ്ങൾ എങ്ങനെയാണ് അതനുസരിച്ച് കറക്റ്റായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. നമുക്ക് ബാക്കി ഇതിൻ്റെ ഏരിയാസ് ഒന്ന് മൊത്തം നടന്ന് അച്ഛൻ്റെ കൂടെ തന്നെ അച്ഛൻ തന്നെ പറഞ്ഞു തരുമ്പോൾ അതിൻ്റെ ഒരു ആധികാരികത വേറെ ആയിരിക്കും. ഒന്ന് നടന്നുകൊണ്ട് നമുക്ക് കാര്യങ്ങളൊന്ന് സംസാരിക്കാം. ഓക്കെ. അപ്പോൾ അച്ഛാ, ഇത്രയും വലിയൊരു ഏരിയ നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തേക്കണ പ്രത്യേക ഒരു പ്രസൻറ്റ് മൈൻഡാണ്. നല്ല ഫ്രഷ് എയർ ഉണ്ട് തീർച്ചയായിട്ടും ചുറ്റും. അതായത് ഏത് റൂമിൽ നിന്നും ആക്സസ് ആണ് ഈ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ആയിട്ടുള്ള ഈ ഒരു ഏരിയയിലേക്ക് ഇങ്ങനെ ഒരു കൺസെപ്റ്റ് കൊണ്ടുവരാനുള്ള കാരണം എന്താ വെച്ചാൽ ഇതെന്ന് വെച്ചാൽ ഈ ഭവനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ വരുന്ന മാതാപിതാക്കൾ, ഞങ്ങളുടെ അതിഥികൾ തീർച്ചയായിട്ടും സജീവമായിട്ട് ജീവിക്കണം. അവർ റിട്ടയർ ആണെങ്കിൽ തന്നെയും അവർക്ക് പല ആവശ്യങ്ങളുണ്ട്. മാനസിക ആവശ്യങ്ങളുണ്ട്, ശാരീരിക ആവശ്യങ്ങളുണ്ട്, ബൗദ്ധികമായിട്ട് ആവശ്യങ്ങളുണ്ട്. അപ്പോൾ അവർക്ക് സന്തോഷപ്രദമായിട്ട് വളരെ സ്വസ്ഥതയോടുകൂടി സന്തോഷത്തോടുകൂടി അവരുടെ ശേഷിക്കുന്ന ജീവിതകാലം മുഴുവനും ഇവിടെ വസിക്കണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് അവർ വരിക. അപ്പോൾ അതിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്ന ഞങ്ങളുടെ ഈ സ്ഥാപനത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണിത്. ഒരു റൂമിൽ ഒതുങ്ങി പോകേണ്ട ആൾക്കാരല്ല. അല്ലല്ല, ഇവിടെ ആകുമ്പോൾ കുറേ ഗെയിംസ് ഉണ്ടാവും, കുറേ ആക്ടിവിറ്റീസ് നടത്താം. നമ്മൾ പ്രാർത്ഥിച്ച് ഭക്ഷണം കഴിച്ച് മുറിയിൽ ഒതുങ്ങുക എന്നുള്ളതല്ല. അതായത് ഉറങ്ങുന്ന സമയത്ത്, വിശ്രമിക്കുന്ന സമയത്ത് മാത്രം റൂമിൽ പോയി വിശ്രമിക്കുകയും ബാക്കിയുള്ള സമയത്ത് ആക്ടിവിറ്റീസിൽ ഏർപ്പെടാനും ആക്റ്റീവായിട്ടിരിക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ പറഞ്ഞതുപോലെ ചെയ്യാൻ പറ്റും. കളികൾ, യോഗ, ചിരി ക്ലബ്ബ്, ചീട്ടുകളി, പത്രം വായന, ക്യാരംസ്, ബോർഡ് ഗെയിംസ്, എല്ലാവരായിട്ടും ഒന്ന് ഇടപഴകി പോകാൻ പറ്റുന്ന എപ്പോഴും ഒരു സമൂഹമായിട്ട് ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ സർവ്വസ്വാതന്ത്ര്യത്തോടുകൂടി ജീവിക്കാൻ ഉള്ള ഒരു സ്ഥലമായിട്ടാണ് ഈ ഭവനത്തെ നമ്മൾ. ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് ഏത് ആംഗിളിൽ നിന്ന് നോക്കിയാൽ
നോക്കിയാലും നമുക്ക് ഇത് കാണാനായിട്ട് സാധിക്കും. എല്ലാ മുറികളിലും ആക്സസ് സെൻട്രലായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ താഴെയാണെങ്കിലും നമ്മുടെ ലിഫ്റ്റിന്റെ സർവീസ് ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഏത് നിലയിൽ നമുക്ക് ഇറങ്ങി ഇങ്ങോട്ട് എത്തുവാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. മോണ്ടി ഹോമിലെ ഒന്നാമത്തെ ഞാൻ പറയാം ആദ്യത്തെ ഭവനം നീർക്കാടാണ്, കോട്ടയത്ത്. അവിടുത്തെ അപ്പച്ചന്മാരും അമ്മച്ചുമാരും ഇന്നിവിടെ ഈ ഭവനം കാണുവാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചതുകൊണ്ട് അവിടുത്തെ ഡയറക്ടറിനോടൊപ്പം ഞങ്ങളുടെ പ്രൊവിൻഷ്യൽ അച്ഛനോടൊപ്പം ഏതാനും സെമിനാരിക്കാരോടൊപ്പം ഇന്ന് വരികയാണ്. അപ്പോൾ നമുക്ക് അവർക്ക് ഒരു നല്ല സ്വീകരണം കൊടുക്കണം. അപ്പോൾ നമ്മളൊപ്പം അവരുണ്ടാവും. ഭക്ഷണം കഴിക്കുവാനും ഉല്ലസിക്കുവാനും ഈ ഭവനത്തിലെ എല്ലാ സൗകര്യങ്ങളും കാണുവാനുമായിട്ട് അവർ വരികയാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ഈ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഈശോ മിശിഹായ്ക്ക്. നമ്മൾ ഈ ആതുര സേവന മേഖലയിലേക്ക് തിരിയുമ്പോൾ ആദ്യമായിട്ട് നമ്മുടെ മുന്നിലേക്ക് വരുന്ന ചിത്രം ഈ സന്യാസ സഭയുടെ സ്ഥാപകൻ ബ്ലെസ്സഡ് ലൂയിജി മരിയ മോണ്ടി. അപ്പോൾ ആ പേരുമായിട്ട് ബന്ധപ്പെട്ട് ബ്ലെസ്സഡ് മോണ്ടി ഹോം എന്ന് നമ്മൾ അവിടെ പറഞ്ഞു. ഇവിടെയും മോണ്ടി ഹോം എന്ന പേരാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. രോഗികൾക്ക് വേണ്ടി ജീവൻ സമർപ്പിച്ച ഒരു വ്യക്തിയാണ്. എല്ലാവരും ആരോഗ്യമുള്ളവരായി ജീവിക്കണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. ആ ആഗ്രഹം ഞങ്ങളിലേക്ക് പകർന്നു തന്നപ്പോൾ ഞങ്ങൾക്ക് ലഭിച്ച ഒരു ഊർജ്ജമാണ് നിങ്ങളെപ്പോലുള്ളവർക്ക് ആരോഗ്യം പകരാൻ വേണ്ടിയിട്ട്, അതെല്ലാ തലത്തിലും സമ്പൂർണ്ണമായി ആരോഗ്യം നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ ഭവനങ്ങൾ തുടങ്ങിയിട്ടുള്ളത്. ഈ മോണ്ടി ഹോമിലെ രണ്ടാമത്തെ സ്ഥാപനമാണിത്. ആദ്യത്തേത് നീർക്കാട് തുടങ്ങി, രണ്ടാമത്തേത് ഇവിടെ. ഇതുപോലെ ഒരു സ്ഥാപനം കൂടെ നമ്മളിനി ചിന്തിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പിന്നീട് സംസാരിക്കാം. അപ്പോൾ ഈ ഭവനത്തിലേക്ക് കടന്നു വരുമ്പോൾ ആദ്യമേ ഈ നിങ്ങൾക്ക് വേണ്ടി ഈ നിങ്ങളോടൊത്ത് ജീവിക്കാൻ ഇതുപോലുള്ള ഭവനങ്ങൾ കെട്ടിപ്പടുക്കുവാൻ പ്രചോദനമായ ഞങ്ങളുടെ സ്ഥാപകനെ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു. ഈ ആളെ നീർക്കാടുള്ളവർക്ക് പരിചയമുണ്ട്, ഇവിടെയുള്ളവർ പരിചയപ്പെട്ട് വരുന്നേ ഉള്ളൂ. അപ്പോൾ ഈ വ്യക്തിയാണ് ഞങ്ങളുടെ ചൈതന്യം, ഊർജം, മാർഗദീപം. ഇവിടുത്തെ ഒരു പ്രത്യേകത, എല്ലാ മുറികളിൽ നിന്നും ഇങ്ങോട്ട് ഇറങ്ങാനുള്ള അക്സസ് ഉണ്ട്. മുറി തുറന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പം ഇച്ചിരി ഓപ്പൺ ആയിട്ടുള്ള ഈ ഒരു സ്ഥലം. ഇതുപോലെ നമ്മൾ കസേരകളൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്യും. ഇനി അപ്പോൾ ഇറങ്ങി ഇവിടെ ഇരിക്കാം, വായിക്കാം. നമുക്ക് 3 തരത്തിലുള്ള റൂമുകളാണുള്ളത്. സിംഗിൾ റൂമുണ്ട്, ഡബിൾ റൂമുണ്ട്, എക്സിക്യൂട്ടീവ് റൂമുണ്ട്. ഇപ്പോൾ റൂമെല്ലാം നമ്മൾ പണിതിട്ടിരിക്കുകയാണ്. താമസിക്കാൻ ആൾക്കാർ വരുമ്പം അതിനനുസരിച്ച് അവരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് TV വേണമെന്ന് പറഞ്ഞാൽ റൂമിൽ TV വെച്ച് കൊടുക്കാം. ചില പറയും ഞാൻ AC, എനിക്ക് ചൂട് പറ്റത്തില്ല, AC വേണം, AC വെച്ച് കൊടുക്കാം. അപ്പോൾ ആ വരുന്ന ആളിൻ്റെ ഇഷ്ടമനുസരിച്ച്. നമ്മളെ ആകുലപ്പെടുത്തുന്ന ആദ്യത്തെ ചിന്ത എന്താണ്? സ്വാതന്ത്ര്യം അല്ലേ? എനിക്കതിനുള്ള ഫ്രീഡം ഉണ്ടോ? ഈ സ്ഥാപനത്തിലെ അടുക്കളയിൽ പോയിട്ട് എടി കൊച്ചേ ഒരു കട്ടൻ ചായ ഇങ്ങിട്ട് തന്നേ എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ടോ? ആൻറ്റി, ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളെ ചൂടാക്കാൻ അനുവദിച്ചാൽ തണുക്കാനുള്ള ഒരു സംവിധാനം കൂടെ മുറി വേണം അന്നേരം. അപ്പോൾ ഒരു കൊച്ചു ഫ്രിഡ്ജൂടെ അവിടെ വയ്ക്കണം അല്ലേ? ആരെങ്കിലുമൊക്കെ വരുമ്പോൾ, വീട്ടുകാരൊക്കെ വരുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇച്ചിരി സാധനങ്ങൾ കൊണ്ടുത്തരും. നമ്മളത് ആ ഫ്രിഡ്ജിലേക്ക് തിരികെ വയ്ക്കും. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ചൂടാക്കി കഴിക്കും. ജീവിതത്തിൻ്റെ 60 വയസ്സ് വരെ നമ്മളിതാ ശീലിച്ച് വന്നത്. ഇനി ആ ശീലം അങ്ങ് കളയുക. അതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഫുഡ് ഹെൽത്തി ആയിട്ട് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഗതിയാണ് ഒന്നത്. രണ്ടാമത്തെ ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ സ്വന്തമായിട്ട് തീയ്, വെള്ളം ഇതുപോലുള്ളതൊക്കെ ഇനി കൈകാര്യം ചെയ്യുന്നത് റിസ്ക്കാണ്. അപ്പോൾ മാക്സിമം റിസ്ക് ഒഴിവാക്കിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആൻറ്റി ചോദിക്കും, എനിക്കൊരു ഗസ്റ്റ് വന്ന്
ഞാനൊരു ഗ്ലാസ് വെള്ളം ഇവിടുന്ന് കൊടുക്കും. ഇവിടെ അംഗങ്ങളായിക്കഴിഞ്ഞാൽ ഗസ്റ്റ് വന്ന ആൻറ്റിയുടെ ഗസ്റ്റ് അല്ല, ഞങ്ങളുടെ ഗസ്റ്റ്, നമ്മുടെ ഗസ്റ്റ്. നമ്മൾ ഓരോ സമയങ്ങളിലും വളരെ കുറച്ച് സമയം മുറിയിലായിരിക്കേണ്ട കാര്യമില്ല. കിടന്നുറങ്ങരുതെന്നാണ് ഞാൻ പറയുന്നത്. ഉറങ്ങിക്കിടക്കണം. കിടന്നിട്ട് ഉറങ്ങരുത്, വേറെ ചിന്ത വരും. കിടന്നു കഴിഞ്ഞ് ഉറങ്ങാൻ വേണ്ടിയുള്ള ചെറിയ ഗ്യാപ്പ് കിട്ടിയില്ല, അത് വേണ്ട. ഉറക്കം വന്നു കഴിയുമ്പോഴത്തേക്കും പോയി കിടക്കുക. അപ്പോൾ മുറി ഉറങ്ങാനുള്ള ഒരു ഇതും ബാക്കി നമ്മളുടെ ഡ്രസ്സ് കാര്യങ്ങൾ ബാത്ത് സൗകര്യങ്ങളൊക്കെയാണ്. ബാക്കിയെല്ലാം നമ്മൾ കോമണാണ്, പുറത്തേക്ക് അങ്ങ് വരണം. ഇവിടെ 2 ക്യാബിൻ. ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ സിസ്റ്റം റൂമെന്നാണ് പറയുക. നമ്മുടെ ഈ CC ക്യാമറയുടെ ഇതും കാര്യങ്ങളൊക്കെ വയ്ക്കാനും, അതുപോലെ തന്നെ എല്ലാ റൂമിൽ നിന്നും ഒരു സ്വിച്ച് ഇട്ടാൽ ഇവിടെ അലാം അടിക്കും, ഒരു ലൈറ്റും തെളിയും. ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് നേഴ്സിൻ്റെ ക്യാബിനാണ്. നേഴ്സിൻ്റെ റൂം അവിടെയാണ്. ഈ ലിഫ്റ്റിനോട് ചേർന്നുള്ള റൂം നേഴ്സിൻ്റെ റൂമാണ്. നമുക്ക് 24 മണിക്കൂറും ഒരു നേഴ്സ് ഡേ ആൻഡ് നൈറ്റ് ഇവിടെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇവിടെ താമസിക്കുന്നവർക്ക് പിന്നെ അവരുടെ മക്കളോ ബന്ധുക്കളോ ഒക്കെ വരുവാണെങ്കിൽ ആ റൂമുകൾ നേരത്തെ ബുക്ക് ചെയ്യാം. എൻ്റെ മോനും മോളും ഒക്കെ കൂടെ വരുന്നുണ്ട്. അപ്പോൾ അവർ ഹോട്ടലിലൊന്നും പോയി താമസിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ റൂമിൽ താമസിക്കാനുള്ള സൗകര്യമില്ല, കിടക്കാനുള്ള സൗകര്യമില്ല. അവർ വന്നാൽ റൂമിൽ വരാമിരിക്കാം, പകൽ മുഴുവൻ നിങ്ങളുടെ കൂട്ടത്തിൽ സ്പെൻഡ് ചെയ്യാം. പക്ഷേ രാത്രിയിൽ അവിടെ കിടക്കാനുള്ള സൗകര്യമില്ല, കാരണം ഒരു കട്ടിലല്ലേ നമ്മളുള്ളൂ. അപ്പോൾ അതങ്ങനെ ആക്കിയാൽ തന്നെ അതൊരു കംഫർട്ടല്ല. അപ്പോൾ അവർക്ക് നമ്മളിവിടെ റൂം കൊടുക്കും. അപ്പോൾ അവരതിൻ്റെ പേയ്മെൻറ്റ് നടത്തുക. നേരത്തെ ബുക്ക് ചെയ്യണം. എനിക്ക് 1 മാസത്തേക്ക് ഒരു റൂം വേണം, ഞാൻ 1 മാസത്തേക്ക് അവധിക്ക് വരുന്നു, എൻ്റെ അമ്മയുടെ കൂടെ സ്പെൻഡ് ചെയ്യണം, എൻ്റെ അപ്പൻ്റെ കൂടെ ചിലവ് കഴിക്കണം, എന്നാൽ ഒരാഴ്ചത്തേക്ക്. അപ്പം ഞാൻ ഇത്രാം തീയതി വരുന്നു, എയർപോർട്ടിൽ നമ്മൾ പിക്ക് ചെയ്യും, ഇവിടെ താമസിക്കാനുള്ള സൗകര്യം കൊടുക്കും. ഇനി ഇപ്പോൾ സമയം മുകളിലത്തെ മുറിയും കാര്യങ്ങളൊക്കെ ഇവർ കണ്ടതാണ്. സമയം 12:30ആയി. നമുക്ക് താഴേക്ക് പോകാം. നമ്മുടെ അടുക്കളയും ഒരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. അപ്പോൾ അടുക്കളയും അവിടെ താഴത്തെ പരിസരമൊക്കെ ഒന്ന് കണ്ടു കഴിയുമ്പോഴത്തേക്കും ചോറുണ്ണാറാവും. ലിഫ്റ്റിൽ പോകേണ്ടവർക്ക് ലിഫ്റ്റിൽ പോകാം. സ്റ്റെപ്പിൽ കൂടെ ഇറങ്ങാനാണെങ്കിൽ 2 സ്റ്റെപ്പുണ്ട് ഇവിടെ. പിന്നെ പഴയ ആൾക്കാരാകുമ്പോഴേ പഴയ ആൾക്കാരെങ്ങനെയാണ് ചെയ്യുന്നത്? എടിയേ മീൻ്റെ തലയുണ്ട ഒരെണ്ണം അടുപ്പിലോട്ടിട്ട് ചോറിനിട്ടെ എന്ന് പറയും. ചുടാനല്ല, അതവിടെ നിന്ന് ഇതാകുന്ന മണങ്ങും. ആ എന്നാ ഭാഗ്യം. चांद तारे सारी सृष्टि हमारी की तुम्हारे, हम कहते सभी चांद तारे सारी सृष्टि हमारी की तुम्हारे, कभी ना भूलेंगे, कभी ना भूलेंगे दिल से तुम्हारी गुरुआ. വെട്ടുംതോറും വളരും ഞാൻ, വെട്ടുംതോറും വളരും ഞാൻ. ഏതാ? അല്ല, വെട്ടുംതോറും വളരും ഞാൻ. ഇന്ന് അച്ഛൻ നമുക്ക് വേണ്ടി യാഥാർത്ഥ്യമാക്കി. നമ്മുടെ മോണ്ടി ഹോമിൽ ഓൾറെഡി ഇപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന 2 അങ്കിൾമാർ നമ്മുടെ കൂടെയുണ്ട്. അങ്കിളെ പേര് പറഞ്ഞൊന്ന് പരിചയപ്പെടുത്താം അങ്കിളെ. എൻ്റെ പേര് മാത്യു. ഞാൻ റിട്ടയർഡ് പ്രൊഫസറാണ്. ഓക്കെ. അപ്പോൾ കഴിഞ്ഞ 2 വർഷമായി മീർക്കാട് ലൂയിജി മോണ്ടി ഹോമിൽ താമസിക്കുകയാണ്.
അപ്പോൾ അവിടുത്തെ താമസവും ഭക്ഷണവും മറ്റു കാര്യങ്ങളും എല്ലാം ഏറ്റവും നന്നായിരിക്കുന്നുവെന്ന് ഞങ്ങൾക്ക് അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും അതിരാവിലെ വിശുദ്ധ ബലിയോടുകൂടി ആരംഭിക്കും. അതുതന്നെ ക്രിസ്ത്യാനികളായ ഞങ്ങൾക്ക് ഏറ്റവും വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് ടൈം കാര്യങ്ങൾ അങ്ങനെയൊന്നുമില്ലല്ലോ, നമുക്ക് നമ്മുടെ സ്വന്തം വീട്ടിൽ ഇടപഴകി കഴിക്കാൻ പറ്റുന്നത് പോലെ കഴിക്കാൻ പറ്റും. പിന്നെ ഇടവേളകളിൽ സമയമുള്ളപ്പോൾ നേരം പോക്കിന് നമ്മൾ ചീട്ട് കളിക്കുന്നുണ്ട്, പാരൻസ് ഉണ്ട്, ഇങ്ങനെയുള്ള എല്ലാവിധ ആക്ടിവിറ്റീസും ഉണ്ട്, ഒക്കെ ഉണ്ട്. വൈകുന്നേരം നടക്കാൻ പോകാനുള്ള സൗകര്യങ്ങളുണ്ട്. ഇതൊക്കെ അത്യാവശ്യം എന്തുകൊണ്ടും ഹാപ്പിയാണ്. എൻ്റെ പേര് കുര്യാക്കോസ് ബാബു. ഞങ്ങളും ഈ സെയിം മോണ്ടി ഹോമിൽ നേരിക്കാട് താമസിക്കുന്നവരാണ്. കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ്, നമ്മളൊന്നും അറിയണ്ട, ഫ്രീ സെക്യൂർ പ്ലേസ്, എല്ലാം കൊണ്ടും നന്നായിട്ട് തോന്നുന്നു. ഇങ്ങനെ ഒരു സ്ഥലം കിട്ടിയതിൽ ഒരു സന്തോഷിക്കും. അങ്കിൾ ഏത് പോസ്റ്റിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്? ഞാൻ ഇന്ത്യൻ എയർഫോഴ്സിൽ റിട്ടയർ ആയതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അതായത് കറക്റ്റ് ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ വന്ന് താമസിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ മോണ്ടി ഹോമിലുള്ളത്. ഇവർ ഇന്ന് ഇവിടെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. നമ്മുടെ ബോൾ പാസിങ്ങിന് നമുക്ക് ഫസ്റ്റ് നേടിയിരിക്കുന്നത് ആനിമ ആൻറ്റിയാണ്. നമുക്ക് ആൻറ്റീനെ വേദിയിലേക്ക് ക്ഷണിക്കാം. പ്രൈസ് നൽകുന്നതിനായിട്ട് പ്രൊഫഷണൽ അച്ഛനെ ക്ഷണിക്കുന്നു. ഫസ്റ്റ് പിന്നെയുള്ളത് നമ്മൾ നടത്തിയത് കടങ്കഥ മത്സരമാണ്. ബേബി ആൻറ്റീൻ്റെ ടീമാണ്. ബേബി ആൻറ്റീനെ ക്ഷണിക്കാം. പാട്ട് പാടി. ഇത്ര നേരം ഇവിടെ സ്പെൻഡ് ചെയ്തതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റി, ഒരുപാട് സന്തോഷമുള്ള മുഖങ്ങൾ കാണാൻ പറ്റി. നേരിക്കാട്ട് ഡയറക്ടർ അച്ഛനും ഷാജിച്ചനും ആശംസകൾ. താങ്ക് യു കേട്ടോ, അവരെ കൊണ്ടുവന്നതിന് കേട്ടോ. അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർ കേട്ടോ, അഡ്മിനിസ്ട്രേറ്ററിനും താങ്ക് യു വെരി മച്ച്. ബ്രദേഴ്സ് കം, ബ്രദർ കം. എല്ലാം കോർഡിനേറ്റ് നമ്മുടെ ഗെയിമിൻ്റെ ഏറ്റവും നല്ല രീതിയിൽ ഗെയിമും ബാക്കിയുള്ള നമ്മുടെ അപ്പച്ചന്മാരെ അമ്മച്ചിമാരെ നല്ല രീതിയിൽ എൻകറേജ് ചെയ്ത അച്ഛനാണ്. അപ്പോൾ അച്ഛനാവാൻ പോകുന്നു, ബ്രദറായിട്ട് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അച്ഛനും ഒരുപാട് നന്ദി അച്ഛാ, കണ്ടതിൽ സന്തോഷം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഓക്കെ, കീപ് ഗോയിങ്, ഓൾ ദ ബെസ്റ്റ്. ശരി, കാണാം. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇത്രയും ഈ കാലഘട്ടത്തിൽ ഇത്രയും നല്ല ഒരു സ്ഥാപനത്തിൻ്റെ പ്രസക്തി എന്താണെന്നുള്ളത് നിങ്ങളിപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഇതിൻ്റെ തുടക്കത്തിൽ കുറേ സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാകും, അതെല്ലാം ഇപ്പം മാറിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അച്ഛാ, ഇങ്ങനെ ഒരു അവസരം നമുക്ക് തന്നതിൽ 1000 നന്ദി. നിങ്ങളുടെ സമയത്തിനും ഒത്തിരി നന്ദി കേട്ടോ. നിങ്ങളുടെ ജോലി നന്നായിട്ട് പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരോടും ഷെയർ ചെയ്യുക. തീർച്ചയായിട്ടും ഷെയർ ചെയ്യാം. തീർച്ചയായിട്ടും കുറേ പേർക്ക് മാതാപിതാക്കൾക്ക് ഉപകാരം ഉണ്ടാകട്ടെ. ഓക്കെ, ഇതോടുകൂടി നമ്മുടെ വീഡിയോ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.